എന്താടാ മോനെ, ഭാര്യയ്ക്ക് സുഖം തന്നെയല്ലേ? ലൈഫൊക്കെ എങ്ങനെ പോണു? ആദ്യം നീ കല്യാണത്തിന് വരാതിരുന്ന എന്തുകൊണ്ടെന്ന് പറയും. ഞാനെന്തിനാ വരുന്നത്? നീ എന്നല്ലല്ലോ കെട്ടുന്നത്. വരുന്നവരെല്ലാവരും എനിക്ക് താലി കെട്ടാൻ പറ്റും. നിനക്ക് ഇത്രയും ബോധമല്ലേ ഉണ്ടായിപ്പോയി? പിന്നെ ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും വളയ്ക്കാന്നാ വിചാരിച്ചെ. അപ്പോഴല്ലേ നീ ഇൻവിറ്റേഷൻ തന്നെ എന്നെ പറ്റിക്കാൻ നോക്കിയ. പിന്നെ എങ്ങനെ വരിക? ഹലോ മാഡം, അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി അവന്റെ കുടുംബം കുട്ടിച്ചോറാക്കണ്ട. അവനല്ലേ കല്യാണം കഴിച്ചത്, ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. അയ്യോ, ഇവള് ഭയങ്കരമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. യെസ്, നല്ലോണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എടാ ജയ്, ഇങ്ങോട്ട് നോക്കിയേ. നിന്റെ കാര്യം എങ്ങനെയാ? ഈ മാസം തന്നെ പരിപാടി നടക്കോ അതോ കടങ്ങളൊക്കെ അടച്ചു തീർത്തിട്ടേ ഉള്ളോ? ഞാൻ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു കറിയുമ്പോ അതെ, ആദ്യം നിന്റെ വെഡിങ് പാർട്ടി എപ്പാണെന്ന് പറ. ഈ വീക്കെൻഡ് വെക്കണമെന്നാണ് പ്ലാൻ. അടിച്ച് പൊളിക്കാന്നേ. ഇത് നോക്കിയേ, നീ കല്യാണത്തിന് വന്നില്ല, മര്യാദയ്ക്ക് പാർട്ടിക്ക് വന്നില്ലെങ്കിൽ നല്ല പെട കിട്ടണ്ടേന്ന്. സ്പെഷ്യൽ ആയിട്ട് എന്താ തരിക? സ്പെഷ്യൽ ആയിട്ട് എന്ത് തരാനാ? നല്ല ബീർ അടിച്ച് വെച്ചാൽ മതി നിനക്ക്. പിന്നെ പാർട്ടിക്ക് വിളിച്ചാൽ വരാൻ പറ്റില്ല നിനക്ക്. ഞങ്ങൾ നിന്നെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അപ്പൊ നീ എക്സ്പെക്ട് ചെയ്തില്ലല്ലേ? ആരെങ്കിലും എക്സ്പെക്ട് ചെയ്താ ഞാൻ എന്തിനാ വരുന്നേ? ജെനിന്ന് വെച്ചാൽ നിനക്ക് ആരെങ്കിലും വേണം? ഓ, അപ്പോഴേക്കും വലിയ ഭർത്താവ് കളി തുടങ്ങിയല്ലോ. നിനക്ക് ദേഷ്യം വന്നാ എങ്ങനെ ഇരിക്കുന്നറിയോ? വാടാ, വിട്ടേ. വാടാ.